ഹലോ മക്കളെ, എന്തൊക്കെയുണ്ടടാ? എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, എടാ നമ്മുടെ USSൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നത്? വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ? യെസ്, അവസാന ഘട്ടത്തിലേക്ക് എത്തിയില്ലേ? അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. കാരണം എന്താ വെച്ചാൽ വെറും 7 ദിവസം നീ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് 21-ാം തീയതി, 28-ാം തീയതി നിങ്ങളുടെ എക്സാമാണ്. അപ്പോൾ എക്സാമിനൊക്കെ റെഡി ആയിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ സബ്ജക്റ്റും പഠിച്ച് റെഡി ആയോ? ഫുൾ കംപ്ലീറ്റ് ആയോ? കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഇനി ഏകദേശമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനുണ്ട് അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് നമ്മൾ എഡ്യൂബോട്ട് വന്നിട്ടുള്ളത്. അതായത് പുതിയ സ്ട്രാറ്റജി ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ കൊല്ലത്തെ ഒരു പുതിയ സ്ട്രാറ്റജി ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ലൈവ് സെഷൻ? എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നാളെ മുതൽ അല്ലേ, വരുന്ന 27-ാം തീയതി വരെ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് വൈകുന്നേരങ്ങളിൽ നമുക്ക് ലൈവ് നിങ്ങൾക്ക് തന്നാലോ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിലേ നമുക്കത് ഒരു ആവേശത്തിൽ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അധ്യാപകരൊക്കെ ഒന്ന് എനർജി ആണ്ടേ? നിങ്ങൾ തളർന്ന് ഇങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാം തളരും കേട്ടോ. അപ്പോൾ എല്ലാവരും എനർജറ്റിക്കിൽ അല്ലേ, വളരെ ഉഷാറായിട്ട് നാളെ മുതൽ 7 മണിക്ക് ലൈവിലെത്തിക്കൊള്ളണം ഈ ചാനലിൽ. നമുക്ക് ഓരോ സബ്ജക്റ്റും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏത് ദിവസങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്യുക, 27-ാം തീയതി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി അല്ലേ, ഒരു മാരത്തോൺ മുഴുവൻ സബ്ജക്റ്റുകളും അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ലൈവ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡിയാണോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ഒന്ന് പരിചയപ്പെട്ടല്ലേ. നാളെ മുതൽ ഏതൊക്കെ സബ്ജക്റ്റാണ് അല്ലേ നമുക്ക് ലൈവിൽ സാറ് അല്ലെങ്കിൽ നമ്മൾ എഡ്യൂബോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ആ ടൈം ടേബിൾ ഒന്ന് നോക്ക്. യെസ്, നാളെ അല്ലേ 22-ാം തീയതി അല്ലേ ബേസിക് സയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് ബേസിക് സയൻസ് 7 മണിക്ക്, കൃത്യം 7 മണിക്കാണ് ബേസിക് സയൻസ്. 23-ാം തീയതി നിങ്ങൾക്ക് ബേസിക് സയൻസ് ആണ്. കാരണം ബേസിക് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ 3 സെക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സെക്ഷനെല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, 2 ദിവസങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 24-ാം തീയതി സോഷ്യൽ സയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം സോഷ്യൽ സയൻസ്. ചിലപ്പോൾ അതിൽ രണ്ട് അധ്യാപകരൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ വളരെ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യം 7 മണിക്ക് ഒരുങ്ങി സെറ്റായിട്ട് വന്നിരിക്കണം. 28-ാം തീയതി നമ്മളെ അല്ലേ USS പരീക്ഷയിൽ തകർപ്പൻ വിജയം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് എന്ത് ചെയ്യണം, വരണം. ഓക്കെ. അതുപോലെ തന്നെ 25-ാം തീയതി മലയാളമാണ്. മലയാളത്തിൽ കേരള പാഠാവലി ഉണ്ട്, അടിസ്ഥാന പാഠാവലി ഉണ്ട് അല്ലേ. രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 മിക്സ് ചെയ്തിട്ട് അവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അരിച്ച് പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ 26-ാം തീയതി മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് അല്ലേ, നമ്മുടെ മാത്സിലെ ഓരോ ടോപ്പിക്കുകളും വളരെ ഉഷാറായിട്ട് അല്ലേ 2-3 അധ്യാപകരൊക്കെ ചേർന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എടുത്തു തരും. നിങ്ങൾ സെറ്റല്ലേ? സെറ്റാവണടാ. യെസ്. അങ്ങനെ അവസാനം 27-ാം തീയതി ഇതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ഒരു ദിവസം വരും, ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഇടയിലായിട്ട് ഇംഗ്ലീഷ് കേട്ടോ. ഞാനിവിടെ പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇംഗ്ലീഷ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ ഇംഗ്ലീഷും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കേണ്ട, പ്രത്യേകിച്ച് ഡേറ്റ് തന്നിട്ടില്ല എന്നുള്ളൂ. ഇംഗ്ലീഷ് ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും കേട്ടോ. ഓക്കെ, മറക്കല്ലേ. പിന്നെ അവസാനം 27-ാം തീയതി, അതായത് നമ്മുടെ USS പരീക്ഷയുടെ തൊട്ട് മുന്നത്തെ ദിവസം, അതായത് 28-ാം തീയതി, 27-ാം തീയതി തൊട്ട് തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യും, മാരത്തോൺ ലൈവാണ്. മാരത്തോൺ ലൈവ് എന്ന് പറഞ്ഞാൽ അല്ലേ, മാരത്തോൺ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും അതായത് സോഷ്യൽ ആയിക്കോട്ടെ, അതേപോലെ ബേസിക് സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കിടിലൻ ലൈവ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നാളെ ഒരുങ്ങി നിൽക്കണേ. നാളെ മുതൽ നമ്മുടെ ബേസിക് സയൻസ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് കയറി വരും. അപ്പം ഒരു കുട്ടി എന്ത് ചെയ്യരുത്, ആ സമയത്ത് വേറെ പരിപാടിക്ക് പോവല്ലേ, മിസ്സായി പോവും. റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ പല കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, എന്താ മാഷി ലൈവിൽ ഉണ്ടാകുക? ലൈവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ഡിസ്കഷനും എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സാറന്മാർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ കാണാം. ബൈ.